ഇന്ന് രാവിലെ തന്നെ കറണ്ട് പോയിട്ടോ. ടച്ച് വെട്ടായത് കൊണ്ടിട്ട് വൈകുന്നേരം കറണ്ട് വരുള്ളൂന്ന് നേരത്തെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പിള്ളേരെല്ലാവരും കൂടെ വീട്ടിലോട്ട് വന്നു. ഭയങ്കര കളിയായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കസിൻസാണ് കേട്ടോ. വെക്കേഷന് ശേഷം എല്ലാവരും കൂടെ ഒത്തുകൂടണം ഇന്നാണ് കേട്ടോ, പിള്ളേരെല്ലാവരും കൂടെ. പിന്നെ ഇന്ന് ഉച്ചക്കത്തേക്ക് കറണ്ടൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കിയില്ല. കുറച്ച് മീൻ വറുക്കാനുണ്ടായിരുന്നു. പിലോപ്പി മീൻ വറുത്തു. പിന്നെ ചെറുപയർ ഒലത്തുകയും ചെയ്തു കേട്ടോ. ആ സമയത്ത് കറണ്ട് ബില്ല് വന്നു കേട്ടോ. 855 രൂപ ആയുള്ളൂ. ദൈവത്തിന് നന്ദി, അത്രയല്ലേ ആയുള്ളൂ. ഞങ്ങളിതിലും കൂടുതൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ചോറൊക്കെ ഉണ്ടു. പിന്നെ ചോറുണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മുറ്റത്ത് കട്ട വിരിക്കണ ഒരു ചേട്ടൻ വന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പുള്ളി എടുത്തു. ഇപ്പം വിരിക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ വിരിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കറണ്ടൊക്കെ വന്നു. എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേർ തിരിച്ചു വന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നേ, ബ്രഷൊക്കെ വെക്കണം. അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കി. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ മുറ്റത്തിറങ്ങി കളിയൊക്കെ കളിച്ച്, പിന്നെ മോള് നാമൊക്കെ ജപിച്ച്, പിന്നെ ഒരു സന്ധ്യയൊക്കെ കഴിഞ്ഞ് ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്കൊന്ന് ടൗണിൽ പോകണ കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ജിമ്മിൽ പോയി തുടങ്ങാൻ പോവുകയാണ് തിങ്കളാഴ്ച തൊട്ട്. അപ്പോൾ എൻ്റെ ട്രാക്ക് സ്യൂട്ട് ഒരെണ്ണം ഞാൻ മേടിച്ചായിരുന്നു കഴിഞ്ഞ ദിവസമേ. പക്ഷെ അത് ഭയങ്കര ടൈറ്റായിപ്പോയി. അപ്പോൾ വേറെ ഒരെണ്ണം മാറി എടുക്കാൻ വേണ്ടി ചെന്നതാണ്. പക്ഷെ അവിടെ ഉണ്ടായില്ല, ബുധനാഴ്ച വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് സൂപ്പർ മാർക്കറ്റിലൊന്ന് കയറി. പരിപ്പും വെളിച്ചെണ്ണയൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കാനായിട്ട് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറി. പിന്നെ ഞങ്ങൾക്ക് കൊത്തു പൊറോട്ട കഴിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി മേടിച്ചിട്ട് വേണം വീട്ടിലോട്ട് പോകാനായിട്ട്. രാത്രിയത്തേക്ക് ഫുഡൊന്നും ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് ദിവസമായി കൊത്തു പൊറോട്ട കഴിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ഞങ്ങളങ്ങനെ കുറേ കടകളിൽ കയറി. ലാസ്റ്റ് ഒരു ഫുഡ് കോർട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഓർഡർ കൊടുത്ത് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്ന് കൊത്തു പൊറോട്ടയൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ. വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു കേട്ടോ, ഭയങ്കര മഴയായിരുന്നു. റെയിൻ കോട്ട് ഉള്ളതുകൊണ്ടിട്ട് രക്ഷപ്പെട്ട്. കാരണം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ കൊത്തു പൊറോട്ട കഴിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.